ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞായറാഴ്ച ദിവസം തന്നെ നിങ്ങൾ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി വേണ്ടാത്ത സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞ് കത്തിച്ച് നമ്മൾ നല്ല ശുദ്ധവും വൃത്തിയുമായിട്ടിടുക. തിങ്കളാഴ്ച ദിവസം, അതായത് മകരസംക്രാന്തി ദിവസം, അതായത് രാവിലെ നിങ്ങൾ പല ക്ഷേത്രങ്ങളിലും നമുക്ക് മകര പൊങ്കാലയുണ്ട്. നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി പൊങ്കാല ഇടാൻ പറ്റുന്നവരെല്ലാവരും പൊങ്കാല ഇടുക. പൊങ്കാല ഇടുന്നതിന് വേണ്ടിയിട്ട് തലേ ദിവസം നമ്മൾ ഒരിക്കലെടുക്കണം. അതായത് ഒരു നേരം അരിഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ സാധാരണ ഏകാദശിക്കൊക്കെ എടുക്കുന്നത് പോലെ ഒരു നേരം അരിഭക്ഷണം കഴിച്ച് ശുദ്ധാഹാരത്തിലിരുന്ന് പ്രാർത്ഥനയുടെ കൂടെയൊക്കെ ഇരുന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് പൊങ്കാല ഇടുക. അതാണ് ചെയ്യേണ്ടത്. ആ പൊങ്കാല അവിടെ അറിയാമല്ലോ, ആ രീതിയിൽ, അവിടുത്തെ ആ ഒരു രീതിയിൽ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ക്ഷേത്രത്തിലൊന്നും പോകാൻ കഴിയുന്നില്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം രാവിലെ നിങ്ങൾ നിങ്ങളുടെ അടുക്കള, അതായത് തലേ ദിവസം തന്നെ ഞായറാഴ്ച തന്നെ നിങ്ങളുടെ അടുക്കളയും ഗ്യാസും സ്ലാബും എല്ലാം നല്ല ഭംഗിയായിട്ട് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടതിന് ശേഷം നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങളുടെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ ഒരു സ്റ്റീൽ കലമോ മൺകലമോ ഒക്കെ മേടിച്ചിട്ട് വിളക്കൊക്കെ അവിടെ കത്തിച്ചു വെച്ച് ഭഗവാൻ വിഘ്നേശ്വരന് ഇച്ചിരി ഇതൊക്കെ വെച്ചിട്ട്, അതായത് നമ്മൾ വിഘ്നേശ്വരന് വെക്കുമല്ലോ ഗണപതി, ഒരുക്കൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാസ് അടുപ്പിൽ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൊങ്കൽ ഉണ്ടാക്കാം. അതിൽ ശർക്കര പൊങ്കലും നിങ്ങൾക്ക് ഉണ്ടാക്കാം, വെൺപൊങ്കലും ഉണ്ടാക്കാം. വെൺപൊങ്കൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്രയാണോ നമ്മുടെ പച്ചരി ഇടുന്നത് അതിൻ്റെ പകുതി ചെറുപരിപ്പിട്ടിട്ട് വേവിക്കണം. പച്ചരിയും ചെറുപരിപ്പും കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് വേവിക്കേണ്ടത്. ഒരു ഗ്ലാസ് പച്ചരി ഇടുകയാണെങ്കിൽ 1/2 ഗ്ലാസ് ചെറുപരിപ്പ് അതിട്ടിട്ട് ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നിങ്ങൾക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നെയ്യൊക്കെ ഒഴിച്ച് ഇത് കൂടെ ചേർത്തിട്ട് ഒന്നിച്ച് ചേർത്തിട്ട് നിങ്ങൾക്ക് വേവിക്കാം. വേവിച്ച് നമ്മുടെ ശർക്കര പൊങ്കലിൻ്റെ കൂട്ടുള്ള ആ പാകം ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും ഉണക്കമുളകും കറിവേപ്പിലയും ഇച്ചിരി ഉഴുന്നുപരിപ്പും ഒക്കെ ചേർത്ത് കടുക് വറുത്ത് നിങ്ങൾക്ക് അതിനകത്തേക്ക് ഒഴിക്കാം. ഉള്ളിയൊന്നും ചേർക്കരുത്. ഈ രീതിയിൽ നിങ്ങൾക്ക് മധുരം കാണില്ല. അപ്പോൾ അങ്ങനെ വെൺപൊങ്കൽ ഉണ്ടാക്കാം, ശർക്കര പൊങ്കലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. രണ്ടും ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കാം. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ജനലൊക്കെ ഉണ്ടെങ്കിൽ ജനലൊക്കെ തുറന്നിട്ടിട്ട് വേണം പ്രാർത്ഥിക്കാൻ നമ്മൾ ഈ പൊങ്കൽ ഉണ്ടാക്കുന്നതിനായിട്ട്. കാരണം സൂര്യരശ്മികൾ നമ്മുടെ ഉണ്ടാക്കുന്ന ഭാഗത്തേക്ക് കടന്നു വരണം. ആ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത്, അതായത് പൊങ്കൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സൂര്യഭഗവാനെ വേണം വിളിച്ച് പ്രാർത്ഥിക്കാൻ. ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇതെടുത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെച്ച് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് സൂര്യഭഗവാനെ നോക്കി പ്രാർത്ഥിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം പോലെ, അതിനൊന്നും പ്രത്യേകിച്ചില്ല. അതല്ല വീട്ടിൽ അടുപ്പ് കൂട്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുക. പൊങ്കാല ഇടുന്നതിന് എങ്ങനെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. തലേ ദിവസം ഒരിക്കലൊക്കെ എടുത്ത് ചെയ്യുക. ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ വളരെ നല്ലതാണ്, അത് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ഇത് നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും കൊടുത്ത് വിതരണം ചെയ്യുക. അന്നത്തെ ദിവസം നിങ്ങൾ ശുദ്ധാഹാരത്തിലിരിക്കുക, അതായത് നോൺ വെജിറ്റേറിയനൊക്കെ ഉപേക്ഷിച്ചിട്ട് ശുദ്ധമായിട്ടിരിക്കുക. അതാണ് നിങ്ങൾ തിങ്കളാഴ്ച 15-ാം തീയതി ചെയ്യേണ്ടുന്ന കാര്യം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. നമുക്കന്നത്തെ ദിവസം നമ്മുടെ കേരളത്തിൽ പൊതുവെ ഒരു പൊങ്കൽ എന്ന് പറയുന്ന ഒരു ആചാരമായിട്ട് നമ്മൾ ആചരിക്കുന്നില്ല പൊതുവെ. അത് തമിഴ്നാട് അങ്ങോട്ട് പോകുന്ന സമയത്താണ്. കേരളത്തിന് കർണാടക അല്ലെങ്കിൽ ആന്ധ്ര ഭാഗത്തേക്ക് പോകുമ്പോൾ അത് സംക്രാന്തിയാണ്. കേരളത്തിലും അത് മകരസംക്രാന്തിയാണ്. നമുക്ക് അയ്യപ്പസ്വാമിയുടെ പ്രാധാന്യമാണ് അന്നത്തെ ദിവസം നമ്മൾ കൂടുതലായിട്ട് ആലോചിക്കുന്നത്. കാരണം വൈകുന്നേരം നമ്മൾ മകരവിളക്കുണ്ട്, അതാണ് നമ്മൾ കൂടുതലായിട്ട് അന്നത്തെ ദിവസം കേരളത്തിൽ ആചരിച്ചു പോരുന്നത്. പക്ഷേ എന്നാൽ ഒരു പുതുവർഷമാണ്. സൂര്യഭഗവാൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് പോകുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം, ഈ സൂര്യൻ്റെ ഒരു യാത്ര ഒക്കെ വളരെയധികം സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സൂര്യഭഗവാനെ വിളിച്ച് മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയ്ക്ക് തടസ്സങ്ങളൊന്നും വരുത്താതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. രാവിലെ സൂര്യഗായത്രി മന്ത്രമൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ പഴയ കാലത്തെ സംസ്കാരങ്ങളൊക്കെ മാറാതെ അല്ലെങ്കിൽ മറക്കാതെയൊക്കെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് പറ്റും. കുട്ടികളൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. ഇന്നത്തെ പല കുട്ടികൾക്കും എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളെന്ന് പോലും നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ അവർക്കൊരു പുതുമയായിരിക്കും. അപ്പോൾ അവരും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോകും. ഇപ്പോൾ തമിഴ്നാട്ടിൽ ആചരിക്കുന്നത് പോലെ നമുക്ക് ആ 4 ദിവസവും അതേപോലെ ആചരിക്കാനൊന്നും ഇപ്പം നമ്മുടെ കേരളത്തിൽ അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക,
ഇങ്ങനെ ഈ രീതിയിൽ തലേ ദിവസം എല്ലാം നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കിയിട്ട് പരമാവധി എല്ലാം ശുദ്ധമാക്കിയിട്ട് പഴയ കാര്യങ്ങളെല്ലാം കളഞ്ഞ്, കാരണം നമ്മൾ കർക്കിടകത്തിൽ അങ്ങനെ ചെയ്യുന്നതാണ്. കർക്കിടക പഞ്ഞം കളയും, കർക്കിടകം 31. എന്നിട്ട് ചിങ്ങമാസം നമ്മൾ പുതിയ വർഷമായിട്ട് നമ്മൾ വരവേക്കും. അതേപോലെ തന്നെ ഇങ്ങനെ മകരമാസത്തെ വരവേക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മകരമാസം എന്ന് തന്നെയല്ല, എല്ലാ മലയാള മാസങ്ങളുടെയും അവസാനത്തെ ദിവസം നിങ്ങളുടെ വീട് ഇതുപോലെ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത വേസ്റ്റുകളെങ്കിലും കുറേയൊക്കെ ഒഴിഞ്ഞു പോകും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീടിന് മഹാലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകുന്നതിന് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ തിങ്കളാഴ്ച ദിവസം നിങ്ങൾ രാവിലെ ഇതേപോലെ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഒരു നിങ്ങളുടെ അടുക്കളയിലാണെങ്കിൽ പോലും, ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നു അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നതിന്, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ പോലും നമ്മുടെ അടുക്കളയെ ഒന്ന് വൃത്തിയായി തൂത്ത് തുടച്ചിട്ടിട്ട് നിങ്ങൾക്ക് രാവിലെ ഭഗവാന് വേണ്ടി ഈ ഒരു പ്രസാദം ഉണ്ടാക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെച്ച് നിങ്ങൾക്ക് അത് ഭഗവാനെ സമർപ്പിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അത് കഴിക്കാവുന്നതാണ്. ശർക്കര പൊങ്കലും ഉണ്ടാക്കാം, വെൺപൊങ്കലും ഉണ്ടാക്കാം, രണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഭഗവാനോട് പരമാവധി സമയങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ കാര്യങ്ങളും നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് ഒരു തടസ്സങ്ങളുമില്ലാതെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് വെച്ച് പ്രാർത്ഥിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ അന്നത്തെ ദിവസം 15-ാം തീയതി പഞ്ചമി തിഥിയാണ്. പഞ്ചമി ദേവിയെ പ്രാർത്ഥിക്കണം വൈകുന്നേരം നിങ്ങളെല്ലാവരും. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ഈ വീഡിയോയുടെ കൂട്ടത്തിലിട്ടാൽ ഒത്തിരി ലെങ്തായി പോവും. ആരാണ് പഞ്ചമി ദേവി, പഞ്ചമി ദേവിയുടെ പ്രാധാന്യം എന്താണ്, നമ്മൾ എങ്ങനെയാണത് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള വിവരങ്ങളൊക്കെ ഞാൻ പറയാം. ദേവി മഹാത്മ്യത്തിൽ വളരെ പ്രത്യേകമായി പഞ്ചമി ദേവിയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇടാം, അത് ഇതിന് ശേഷം ഇടാം. അപ്പോൾ തിങ്കളാഴ്ചത്തെ പഞ്ചമി ദേവിയുടെ പ്രാർത്ഥനയും നിങ്ങൾ മുടക്കരുത്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.